മരിച്ചവരുടെ ആത്മാക്കൾ ഭൂതമായി വന്ന് മനുഷ്യരെ ഉപദ്രവിക്കുമോ? മരിച്ചവരുടെ ആത്മാക്കളെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ ലോകമെങ്ങുമുള്ള ജനകോടികളുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്നുണ്ട്. അത് ഓരോ സ്ഥലങ്ങളിലും ദേശങ്ങളിലും പല നിലകളിൽ മനുഷ്യരെ വളരെയധികം സ്വാധീനിക്കുന്നുമുണ്ട്. ഈ മാർമിക വിഷയം ഒരു അന്വേഷണത്തിലൂടെ പഠനത്തിന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിധേയമാക്കാം. പലരും പൊടിപ്പും തൊങ്ങലുകളും ചേർത്താണ് കഥകൾ മെനയുന്നത്. തങ്ങൾ വലിയ കാര്യമാണ് പറയുന്നതെന്ന് ചിന്തിച്ച് പ്രീതിയും ആദരവും മറ്റുള്ളവരിൽ നിന്നും കിട്ടാൻ വേണ്ടി പല കഥകൾ തട്ടിക്കൂട്ടും. ആ നിലയിൽ ഇതുപോലെയുള്ള കഥകളെയും നമുക്ക് കണക്കാക്കാം. പ്രേതങ്ങളെക്കുറിച്ചും ഭൂതങ്ങളെക്കുറിച്ചുമുള്ള ധാരാളം ചിന്തകൾ ഓരോ മനുഷ്യൻ്റെയും മനസ്സിലുണ്ട്. ഒറ്റയ്ക്ക് രാത്രിയിൽ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു കരിയിൽ അനങ്ങിയാൽ മതി നമുക്ക് ഭയം തോന്നും. ഏതെങ്കിലും മനുഷ്യൻ അകലെ നിന്നും വരുന്നത് കണ്ടാൽ തന്നെ ആദ്യം ഭയക്കും. ചിലപ്പോൾ ആ വരുന്നത് പ്രേതമെന്ന് നമുക്ക് തോന്നും. ചിലപ്പോൾ അയാൾ അടുത്തു വരുമ്പോൾ തിരിച്ചറിഞ്ഞ് മനുഷ്യനാണെന്ന് കണ്ട് നമ്മുടെ ഭയം മാറും. ഒന്നും നേരിൽ കാണാതെ ആൾ പെരുമാറ്റ ശബ്ദമോ മറ്റും ചുറ്റിൽ കേട്ടാൽ നമ്മുടെ മനസ്സിൽ കൂടി ആ സമയത്ത് കടന്നു പോകുന്ന വിചാരത്തിനനുസരിച്ചുള്ള ഒരു രൂപം മനസ്സിലും നമ്മുടെ മുൻപിലും തെളിയും. അത് മാനസിക വിഭ്രാന്തിയിൽ തോന്നുന്നതാണ്. പ്രേതങ്ങളെക്കുറിച്ചുള്ള കഥകളിൽ പലതും അത്തരത്തിലുള്ളതാണ്. പ്രേതങ്ങളെ കണ്ടു എന്ന് പറയുന്നവരുടെ പല കഥകൾ ഒരു ശാസ്ത്രീയ പഠനത്തിന് വിധേയപ്പെടുത്തിയാൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വസ്തുതകൾ കാണും. അത് മനസ്സിലാക്കാതെ എന്തെങ്കിലും രാത്രിയിൽ മുൻപിൽപ്പെട്ടാൽ ഉടനെ നാം കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായ എന്തിൻ്റെയെങ്കിലും രൂപമായി നമ്മുടെ മനസ്സിൽ തോന്നുകയും അതുപോലെ തന്നെ നമ്മുടെ മുൻപിലും അത് അവതരിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ കാണുന്ന വസ്തു മറ്റ് വല്ലതുമാകാം. പക്ഷേ അന്നേരം നമ്മുടെ മനസ്സിലുള്ള രൂപമായി ആ വസ്തു നമുക്ക് തോന്നിക്കും. ഉടനെ വല്ലാത്ത ഭയം നമ്മിൽ ജനിക്കും. സത്യം ഇതൊക്കെയാണെങ്കിലും സാത്താൻ, പിശാച്, ഭൂതങ്ങൾ എന്നിവ ഉണ്ട് എന്ന് വിശ്വസിക്കാത്ത ഒരു വലിയ കൂട്ടം ആധുനിക മനുഷ്യരും ഇന്നുണ്ട്. അതിൽ പലരും ദൈവം എന്ന വ്യക്തി ഉണ്ടെന്ന് പോലും വിശ്വസിക്കുന്നില്ല. ദൈവവും സാത്താനും അവരുടെ ദൃഷ്ടിയിൽ കേവലം സങ്കല്പ കഥാപാത്രങ്ങൾ മാത്രമാണ്. അങ്ങനെ അന്ധമായി വിശ്വസിക്കുന്നവരെ തട്ടിയുണർത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. പക്ഷേ യഥാർത്ഥത്തിൽ ഭൂതങ്ങൾ ധാരാളം പ്രപഞ്ചത്തിലൊന്നുണ്ട്. അവ ശരീരമില്ലാത്ത ആത്മജീവികളാണ്. അവയാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12 സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകൾ. അവയ്ക്ക് ഏതെങ്കിലും ശരീരത്തിൽ കയറിപ്പറ്റി ഇത്തിൽ പോലെ വസിക്കണം. സുവിശേഷങ്ങളിൽ ഭൂതങ്ങളെക്കുറിച്ച് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ലെഗ്യോൻ ഭൂതം അതിന് തെളിവാണ്. ലെഗ്യോൻ ഒരു ഭൂതമല്ല, പിന്നെയോ 2000 മുതൽ 6000 വരെയുള്ള ഭൂതങ്ങളുടെ കൂട്ടത്തെയാണ് ലെഗ്യോൻ എന്ന് പറയുന്നത്. കുറഞ്ഞ പക്ഷം 2000 ഭൂതങ്ങൾ ഒരു മനുഷ്യനിൽ പാർത്തിരുന്നു. അത് അവനിൽ നിന്നും പുറപ്പെട്ടപ്പോൾ 2000 പന്നികളിലേക്ക് കയറിപ്പറ്റി. അവ കടുംതൂക്കത്തോടെ കടലിൽ ചാടി ചത്തു. ഭൂതങ്ങൾക്ക് ഏതെങ്കിലും ശരീരത്തിൽ കയറിപ്പറ്റി ജീവിച്ച് ആശ തീർക്കണം. രക്ഷിക്കപ്പെടാത്തവരുടെ മിക്കവാറും എല്ലാവരിലും ഭൂതങ്ങൾ ഉള്ളിൽ വസിക്കും. ആ മനുഷ്യൻ മരിക്കുമ്പോൾ ആ ഭൂതങ്ങൾ മറ്റാരിലെങ്കിലും പ്രവേശിക്കാൻ ശ്രമിക്കും. ഏതെങ്കിലും ഹൃദയത്തിൽ കയറിപ്പറ്റണമെങ്കിൽ പഞ്ചഭൂതങ്ങളെ ഇളക്കിയാലേ സാധിക്കൂ. അതുകൊണ്ടാണ് ഭൂതം ബാധിക്കുന്നവർക്ക് എല്ലാം തന്നെ എവിടെയെങ്കിലും വെച്ച് പേടിയിൽ കൂടിയാണ് ലഭിച്ചിട്ടുള്ളത്. ഭൂതം വസിച്ച വ്യക്തി മരിക്കുമ്പോൾ ആ ഭൂതം ആ പ്രദേശം ചുറ്റി സഞ്ചരിക്കും, തണുപ്പുള്ള വാസസ്ഥലം നോക്കി. ഭൂതം ബാധിച്ചവർ പലരും തങ്ങളുടെ മരണം വഴിയായി കടന്നുപോയവരുടെ ശബ്ദത്തിലും ഭാവത്തിലും സംസാരിക്കാറുണ്ട്. ഞാൻ ഇന്ന വ്യക്തിയാണെന്ന് പറയുകയും ചെയ്യും. മരിച്ചുപോയ വ്യക്തിയുടെ ജീവിതത്തിലെ പല സംഭവങ്ങൾ തെളിവിനായി പറയുകയും ചെയ്യും. മരിച്ചുപോയവരുടെ സ്വഭാവത്തിലും ശബ്ദത്തിലും മറ്റൊരു വ്യക്തിയിൽ കണ്ടാൽ തീർച്ചയായും മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവ് തന്നെയാണ് ഈ വ്യക്തിയിൽ കുടിയിരിക്കുന്നതെന്ന് തോന്നും. എന്നാൽ ആ ചിന്താഗതി തികച്ചും തെറ്റാണ്. മരിച്ചവർ
ഉടനെ തന്നെ പറുദീസയിലേക്കോ യാതനാ സ്ഥലത്തേക്കോ മാറ്റപ്പെടുന്നു. അവർക്ക് യാതൊരു കാരണവശാലും ഭൂമിയിൽ വന്ന് ആരുടെയെങ്കിലും ശരീരത്തിൽ പ്രവേശിക്കാനോ വസിക്കുവാനോ കഴിയുന്നതല്ല. മരിച്ചവർ മടങ്ങി വരുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് പരേതന്റെ അതേ ശബ്ദത്തിലും ഭാവത്തിലും പ്രവർത്തിക്കുന്നത്? രണ്ട് രീതിയിലായിരിക്കും ഒരു വ്യക്തിയിൽ ഭൂതം ബാധിക്കുന്നത്. ഒന്ന്, മരിക്കുന്ന വ്യക്തിയിൽ വസിച്ച ഭൂതം മറ്റൊരു വ്യക്തിയിലേക്ക് കയറിക്കൂടുന്നത്. നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ ഭൂതങ്ങൾ വലിയൊരു കൂട്ടമുണ്ട്. അവ ഏതെങ്കിലും മനുഷ്യ ശരീരത്തിൽ കയറിപ്പറ്റിയാലേ പ്രവർത്തിക്കാൻ സാധിക്കൂ. അവർ മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടി വസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു വീട് മാത്രമേ വാടകയ്ക്ക് നാം തിരഞ്ഞെടുക്കുകയുള്ളൂ. അതുപോലെ ഓരോ ഭൂതങ്ങൾക്കും തങ്ങൾക്കിഷ്ടമുള്ള പ്രകൃതക്കാരായ വ്യക്തികളിൽ അവ കടന്നുകൂടി പാർക്കാൻ ഇഷ്ടപ്പെടുന്നു. ഈ വ്യക്തി ആരോടെല്ലാമാണ് ഇടപെടുന്നത്, അവൻ്റെ സ്നേഹിതന്മാർ ആരാണ്, ബന്ധുക്കൾ ആരാണ്, ഇവയൊക്കെ ആരെല്ലാമെന്ന് ഈ ഭൂതത്തിനറിയാം. ഈ മനുഷ്യൻ്റെ നല്ലതും തീയതുമായ സർവ്വ കാര്യങ്ങളും അറിയാം. പരേതനെ പൂർണ്ണമായി മനസ്സിലാക്കി നിയന്ത്രിക്കുന്നതിനും അവനിൽ വസിക്കുന്ന ഈ ഭൂതമാണ്. ഈ വ്യക്തിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരെയും അവനറിയാം. അവരുമായുള്ള ഹൃദയംഗമായ സ്വാധീനവും അറിയാം. ആ വ്യക്തി മരിക്കുന്ന അവസരത്തിൽ അവൻ്റെ ബന്ധുക്കളും ആത്മാർത്ഥമായി സ്നേഹിച്ചവരും മക്കളെപ്പോലെ സ്നേഹിച്ച കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ടാകും. മരണവാർത്ത അറിയുന്ന തങ്ങളുടെ അടുത്ത് സ്നേഹിച്ച പലർക്കും അത് താങ്ങാൻ പറ്റാത്ത വിഷമമായിരിക്കും. ഈ വിഷയം കേട്ട മാത്രയിൽ ദുർബല ഹൃദയമുള്ളവരുടെ പഞ്ചഭൂതം ഇളകും, മനസ്സ് പതറി ഡിപ്രസ്ഡ് ആകും. ആ സന്ദർഭത്തിൽ ആരുടെയെങ്കിലും ഉള്ളിൽ ആ ഭൂതം കയറിപ്പറ്റും. മനസ്സിൻ്റെ ദുർബല നിമിഷമാണ് ഭൂതത്തിനുള്ളിൽ പ്രവേശിക്കുവാനുള്ള കവാടം. കവാടം തുറന്നു കിട്ടാതെ ആരിലും ഉള്ളിൽ പ്രവേശിക്കുവാൻ ഭൂതത്തിന് കഴിയുകയില്ല. അങ്ങനെയാണ് ഭൂതബാധിതരിൽ വലിയൊരു കൂട്ടർക്ക് മരിച്ചവരുടെ പേരിൽ ഭൂതം കയറുന്നത്. അങ്ങനെ ബാധ ഉണ്ടാകുന്നവരിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരേതന്റെ ശബ്ദം, സ്വഭാവം എല്ലാം അവർ അനുകരിച്ചെന്നിരിക്കും. രണ്ടാമത്തേത്, ഭയത്തിൽ നിന്നും കൂടുന്ന ഭൂതബാധ. മരിച്ചവരുടെ ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്ന ഭൂതങ്ങളും അല്ലാതെ യാതൊരു ശരീരവും വസിക്കാൻ കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഭൂതങ്ങളുമുണ്ട്. ഭൂതം ബാധിച്ച അനേകരെ പ്രാർത്ഥനയിലൂടെ ബാധ ഒഴിപ്പിക്കുന്നതും അത് ഒഴിഞ്ഞു പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ബാധ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് വെച്ച് ഭയന്നപ്പോൾ കിട്ടിയതായി പറയാറുണ്ട്. ഒറ്റയ്ക്ക് രാത്രിയിലോ പകലോ യാത്ര ചെയ്യുമ്പോഴാണ് ഭയമുണ്ടാകുന്നത്. ആരെങ്കിലും തൂങ്ങി മരിച്ച സ്ഥലത്തുകൂടെ പോകുമ്പോഴോ ദുർമരണം സംഭവിച്ച ഭവനങ്ങളിൽ പോകുമ്പോഴോ ഭയന്നതോ അപകട മരണങ്ങൾ കണ്ട് പേടിച്ചതോ ആകാം. ആ സമയത്ത് ആ വ്യക്തിയുടെ മനസ്സ് ദുർബലമാകുകയും അവൻ്റെ മനസ്സ് തുറന്നു വരികയും ഭൂതം കയറി വസിക്കുകയും പിന്നെ ആ വ്യക്തിയിൽ നിന്നും ഭൂതം പുറത്തു പോകുന്നതുവരെ അവനെ നിയന്ത്രിക്കുകയും ചെയ്യും. ഒരു വ്യക്തി ക്രിസ്തുവിനായി ഹൃദയം തുറന്നു കൊടുത്ത് അംഗീകരിക്കുമ്പോൾ ഭൂതം ഇറങ്ങിപ്പോകുകയും ആ സ്ഥാനത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിച്ച് ആ വ്യക്തിയെ നിയന്ത്രിക്കുകയും ചെയ്യും. ഇങ്ങനെ മുകളിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് നിലയിൽ കൂടെ ഭൂതങ്ങൾ പരേതന്റെ പേരും പറഞ്ഞ് മനുഷ്യ ഹൃദയങ്ങളിൽ കയറിക്കൂടുന്നതാണ്. അല്ലാതെ പരേതന്റെ ആത്മാവ് ഭൂതമായി വരുന്നതല്ല എന്ന് തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ 100% നമുക്ക് അംഗീകരിക്കാവുന്നതാണ്.